ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോസ് ടി വി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തൊരു ചൂട് ഗൈസ്, ഒരു നിലക്കും ഇവിടെ വീഡിയോ എടുക്കാനിട്ടുണ്ടോ പറ്റില്ല. പ്രത്യേകിച്ച് ഉച്ചേൻ്റെ ശേഷമൊക്കെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയ്ക്ക് ചൂടാണ്, ഒരു രക്ഷയില്ല. ടൊമ്മോ എന്താ ചൂട്. നമുക്കിത് ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഐഡിയാസാണ്. അപ്പോൾ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരാമെന്ന് പറഞ്ഞാൽ ഈ നോട്ടീസ് അടിച്ചാണ് പരസ്യം ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലക്സ് അടിച്ചാണ് പരസ്യം ചെയ്യുക, പിന്നെ എന്താ ഈ മതിൽമേലൊക്കെ പെയിൻ്റ് അടിച്ചാണ്ട് അങ്ങനെ പരസ്യം ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളാണ്, അല്ലെങ്കിൽ വേറെ ലെവൽ പരസ്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ചില ഇംഗ്ലീഷ് ചാനലൊക്കെ കണ്ടതായിരിക്കും, എന്നാലും മലയാളത്തിലൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാലും നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ പകരം ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളും വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വീട്ടിൽ പോകാം. പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ്, എന്നാൽ അതിലൊരു കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരസ്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കുക, ഒരു ഫ്ലക്സ് പോലെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ഫ്ലക്സിൽ ഒരു കൊടുത്തത് നിങ്ങൾക്ക് കാണാം, സോറി വി കനോട്ട് ഷോ അവർ ലോഗോ എന്ന് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതിൽ പാസ് ചെയ്ത് പോകുന്ന ഏതൊരാളും ജസ്റ്റ് അതിലേക്കൊന്ന് ശ്രദ്ധിക്കും, എന്താണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കും. അപ്പോൾ ഇത് ബർഗർ കിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇവരുടെ ഒറിജിനൽ ലോഗോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ ഈ ഒരു എഴുത്തും നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടും ഒരേ ഒരു പാറ്റേണിലാണ് അവർ കൊടുത്തത്. ആ ഒരു കളറും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത് രണ്ടും. ഇതിൻ്റെ ലോഗോ വരുന്നതും ഇവർക്ക് ലോഗോ കാണിച്ചു തരാൻ പറ്റില്ല എന്ന് എഴുതിയതും രണ്ടും ഒരേ ഒരു മെത്തേഡിലാണ്. സോ ഏതൊരാൾക്കും ജസ്റ്റ് ഒരു ചെറിയ കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ കമ്പനിയുടെ പരസ്യമാണെന്ന്. ഓക്കെ, അതാണ് ഇതിന് പിറകെയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത പരസ്യം നമുക്ക് നോക്കാം. അടുത്തൊരു ടീഷർട്ടുമേൽ ഒരു ചിപ്സ് പാക്കറ്റിന്റെ പരസ്യമാണ്. ഓക്കെ, ഇത് നോക്കുക, ഇത് ഡോറിറ്റോസ് എന്ന ഒരു ചിപ്സ് കമ്പനിയുടെ പരസ്യം ഒരു ടീഷർട്ടിൽ കൊടുത്തതാണ്. അതായത് നിങ്ങൾ നോക്കുക, ഈ ഒരു ടീഷർട്ടിൻ്റെ പോക്കറ്റിലാണ് ഇതിൻ്റെ പരസ്യം വരുന്നത്. സോ ഒരാൾ ഇവരുടെ ടീഷർട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ടാൽ എന്താ ഈ ഒരു ചിപ്സ് പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടതായിട്ട് ആൾക്കാർക്ക് തോന്നും. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മുടെ റോഡിലെ സീബ്ര ലൈൻമേൽ ഒരു പരസ്യമാണ്. സീബ്ര ലൈൻമേൽ ഒരു വര അവരുടെ ലോഗോക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഏതൊരാളും അതിൽ വണ്ടി കൊടുക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ടൈമിലോ ജസ്റ്റ് ഇതിലേക്ക് ശ്രദ്ധിക്കും. ഓക്കെ, അതാണ് ഇതിന് പിറകെയുള്ള ആ ഒരു സംഭവം. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരസ്യമാണ്. അടുത്ത മാർക്കറ്റിംഗ് ഐഡിയ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലെ ബസ്സിൻ്റെ കമ്പി ഉണ്ടാവില്ല, നമ്മൾ ഉള്ളിലുള്ള നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന ആ ഒരു മുകളിലെ കമ്പി. അവിടെ ചില ബസ്സിൽ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ പോലെ അല്ലെങ്കിൽ ഒരു പിടി പോലത്തെ ഒരു സംഭവം തൂക്കിയിട്ടുണ്ടാകും. ചില ബസ്സിൽ അവിടെ പരസ്യങ്ങളും ഉണ്ടാവാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പരസ്യങ്ങൾ വെക്കുന്ന ബസ്സുകളും ഉണ്ട്. പക്ഷേ വളരെ അതേ ഒരു മെത്തേഡിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് പരസ്യം ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഇത് IWC എന്ന് പറയുന്ന ഒരു വാച്ച് കമ്പനിയുടെ പരസ്യമാണ്. ഇവർ ഇത് ചെയ്ത് നോക്കിയുള്ളത് അവരുടെ വാച്ചിൻ്റെ ആ ഒരു രീതിയിൽ, അതായത് അവരുടെ തന്നെ സ്വന്തം വാച്ചിൻ്റെ രൂപത്തിൽ അവർ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരാളെ ഇതിൽ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്പിയിലല്ല ഈ ഒരു സംഭവത്തിൽ പിടിക്കുകയാണെങ്കിൽ ആ ഒരു വാച്ച് ഇട്ട പോലെ അയാൾക്ക് തോന്നും. സോ ഏതൊരാളും അതിലൊന്ന് ശ്രദ്ധിക്കുകയും ഈ ഒരു കമ്പനി അവരുടെ മനസ്സിൽ പതിക്കുകയും ചെയ്യും. ഇതും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പരസ്യമാണ്. ഓക്കെ, അടുത്ത നിങ്ങൾ നോക്കുക, വിൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ക്ലീനറിൻ്റെ പരസ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ഗ്ലാസ്സിൽ തന്നെയാണ് ഇവരിത് പ്ലേസ് ചെയ്തത്. അതായത് അല്ലെങ്കിൽ ഒരു സാധാരണ ഫ്ലക്സിലൊന്നല്ല ഇവർ വെച്ചത്, ഒരു ഗ്ലാസ്സിൽ. ഓക്കെ, ഒരു ഗ്ലാസ് ക്ലീനറിൻ്റെ പരസ്യമാണ്. ഒരു ഗ്ലാസ്സിൽ ഇവർ പരസ്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിൽ പരസ്യം ചെയ്ത് എങ്ങനെ വെച്ചാൽ നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് സ്പ്ലാഷ് ആകുന്ന രൂപത്തിൽ, അതായത് ഗ്ലാസ് ഇങ്ങനെ ക്ലീൻ ആയിട്ട് വരുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇവർ പരസ്യം ചെയ്തത്. സോ ഏതൊരാൾക്കും ഒരു ഗ്ലാസ് ക്ലീനർ വേണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇത് കണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയെ ഓർമ്മ വരും. അതാണ് ഇതിന് പിന്നെയുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. ഇതും ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ പരസ്യമാണ്. ഓക്കെ, സോ അടുത്തത് നോക്കാം. അടുത്ത വേറൊരു സംഭവമാണ്, അതായത് ഒരു ഹെയർ ഓയിലിൻ്റെ പരസ്യമാണ് തോന്നുന്നു, ഈ മുടുക്കൊഴിച്ചിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ നോക്കാം, ഒരു ലിഫ്റ്റാണ്. ഈ ലിഫ്റ്റിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആകുന്ന ടൈമിൽ ഒരാൾ മുടിയൊന്നുമില്ലാതെ ആകെ കഷണ്ടി ആയ രൂപത്തിൽ, മുടിയൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കാണാം. പക്ഷേ ലിഫ്റ്റ് ക്ലോസ് ആവുന്ന ടൈമിൽ, ലിഫ്റ്റിൻ്റെ വാതിൽ അടയുന്ന ടൈമിൽ ഇയാൾക്ക് മുടി വന്ന പോലെ ഒരാൾ കാണും. ഓക്കെ, അതാണ് ഇതിന് പിറകെയുള്ള ഒരു സംഭവം. അടുത്തത് ഫെഡെക്സ് എന്ന് പറയുന്ന ഒരു കൊറിയർ കമ്പനിയുടെ പരസ്യമാണ്. ഇവരുടെ ഒരു
പരസ്യവാചകം എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് ഫസ്റ്റ് ആണ്. അതായത് ഇവരെപ്പോഴും ഫസ്റ്റ് ആണെന്ന് ആൾക്കാർക്ക് തോന്നണം. അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ ഇവരുടെ വണ്ടിയിൽ തന്നെ പരസ്യം ചെയ്തതാണ്. ഓക്കെ, അതായത് ഇവരുടെ വണ്ടിയിൽ അവർ വേറെ വണ്ടി വരച്ചു കൊടുത്തതോ അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുത്തോ അങ്ങനെ എന്തോ ചെയ്തതാണ്. അപ്പോൾ ഒരാൾക്ക് ഇവരുടെ ഈ ഒരു പരസ്യവാചകം ഓർമ്മ ഇവരെപ്പോഴും ഫസ്റ്റ് ആണെന്ന് ഓർമ്മ വരും. അതായത് ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെ തോന്നും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ചെയ്തത്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരസ്യമാണ്. ഈ ഫോട്ടോ നോക്കുകയാണെങ്കിൽ കണ്ടാൽ നമുക്ക് ചിരിച്ചാൻ വരും. കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ചെയ്തു വെച്ചാണ്. പക്ഷേ ഒരാൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർ അലോട്ട് ചെയ്തത്. അപ്പോൾ ഇതിലൂടെ എന്താ സംഭവം വെച്ചാൽ നല്ലൊരു മെസ്സേജ് കൂടിയാണ് ഇവർ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഡെൻവർ വാട്ടർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു വെള്ള കമ്പനിയുടെ പരസ്യമാണ്. സോ ഇവിടെ എഴുതി വെച്ച എന്താണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, യൂസ് ഓൺലി വാട്ട് യു നീഡ് എന്നാണ് ഇവർ എഴുതിയത്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി എന്നാണ് ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് നല്ലൊരു മെസ്സേജാണ്. കാരണം ആവശ്യമുള്ള വെള്ളം മാത്രം എടുത്താൽ മതി എന്നാണ് ഇവർ ഇങ്ങനൊരു മെസ്സേജിലൂടെ ഇവർ കൺവീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരസ്യമാണ്. അപ്പോൾ ഇത് കാരണം ആൾക്കാരുടെ മനസ്സിലേക്ക് ഇവരെത്തുക തന്നെ ചെയ്യും. അതും വളരെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പരസ്യമാണ്. നെക്സ്റ്റ് ഒരു ഫിറ്റ്നസ് കമ്പനിയുടെ പരസ്യമാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പിടിക്കാൻ വെച്ച ആ ഒരു സ്ഥലം തന്നെയാണ് ഇവരും യൂസ് ചെയ്തത്. ഇവിടെ ഇവർ മറ്റേ നമ്മൾ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേരും കല്ല അങ്ങനെ എടുത്ത് പൊക്കുന്ന സംഭവം. എന്നാലും അത് ഇവരുടെ ഈ ഒരു കമ്പിയിൽ, അതായത് ഈ പിടിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചതാണ് നമ്മൾ കാണുന്നത്. ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു പരസ്യമാണ്. അടുത്തത് മാർസ് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് കമ്പനിയുടെ പരസ്യമാണ്. ഓക്കെ, ഇതേപോലുള്ള കുറച്ച് ട്രക്ക് പരസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റിൽ ഇവർ ചെയ്തു വെച്ചത്. അതായത് ട്രക്കിൽ പരസ്യം ചെയ്ത രൂപങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ കാണുമ്പോൾ ആ ഒരു ബ്രാൻഡ് അവരുടെ മനസ്സിലെത്തും തീർച്ചയായിട്ടും. സോ ഇതൊക്കെ പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളാണ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഒരു സൂപ്പർ ഗ്ലൂവിൻ്റെ പരസ്യമാണ്. സൂപ്പർ ഗ്ലൂ നമ്മളൊക്കെ നാട്ടിലുള്ള സൂപ്പർ ഗ്ലൂവിൻ്റെ ഒരു പരസ്യമാണ്. ഇത് നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഒരു സൂപ്പർ ഗ്ലൂ ഇങ്ങനെ തല കുത്തനെ വെച്ച പോലെയാണ് ഇവർ പരസ്യം ചെയ്തത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം നോക്കുക, നിങ്ങൾ 3M സെക്യൂരിറ്റി ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് കമ്പനിയുടെ പരസ്യമാണെന്ന് തോന്നുന്നത്. അതായത് ഇവർ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ പൈസ വെച്ചിട്ടുണ്ട്. ഓക്കെ, പൈസ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ വളരെ സെക്യൂരിറ്റി ആണ് എന്നാണ് ഇവർ ഇതിലൂടെ ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും പരസ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചത്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഭാഗം ഒരു ലൈക്ക് തരാം. മാക്സിമം ഈ വീഡിയോ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക, @MOSTV official എന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ MOSTV എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ഐക്കൺ ഓൺ ആക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.